വളരെ നിർണായകമായ ഒരാഴ്ചയാണ് വരാൻ പോകുന്നത്. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതികളാണ് കൊടുത്തത്. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് അഴീക്കൽ ബീച്ചാണ്. വളരെ മനോഹരം, നോക്കിയാൽ മനസ്സിലാകും. ഈ ആഴ്ച രാശി മാറുന്ന ഗ്രഹങ്ങൾ സൂര്യൻ, ഗുരു, രാഹു, കേതു. അപ്പോൾ ചന്ദ്രൻ സാധാരണ മാറുന്നത് പോലെ. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ആഴ്ച വളരെ നിർണായകമാണെന്ന്. എന്താണെന്ന് വെച്ചാൽ രാഹുവും കേതുവുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങൾ, ആളുകൾ എന്നൊക്കെ പറഞ്ഞില്ലേ, പെട്ടെന്ന് അവർക്കൊരു മാറ്റം വരികയാണ്. പിന്നെ ഗുരുവുമായി ബന്ധപ്പെട്ടവരും. ഈ കാണിച്ചിരിക്കുന്ന ഗ്രഹസ്ഥിതികൾ നോക്കുമ്പോൾ ഗുരു ശനിയുടെ ദൃഷ്ടിയിൽ നിന്ന്, സ്പെഷ്യൽ ദൃഷ്ടിയിൽ നിന്നും മാറുന്ന ഗുണമുണ്ട്. പക്ഷേ രാശി ദൃഷ്ടിയിലോട്ട് വരുന്നെങ്കിലും ശുക്രനും കൂടിയുണ്ട്. ശനി ദൃഷ്ടി നൽകുന്നതെന്ന് പറഞ്ഞാൽ അതികഠിനമായ കാര്യങ്ങളാണ്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങൾ കൊണ്ട് മനസ്സിലാക്കി. രാഹുവും കേതുവുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളിൽ വളരെ അശാന്തി വരുന്ന ഒരു ആഴ്ചയായിരിക്കും ഇത്. വളരെ സംഭവകുലമായ കാര്യങ്ങൾ, അത് അതിതീവ്രമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഉച്ചത്തിൽ ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് താഴേക്ക് ചാടുകയല്ലേ, അങ്ങനെ. അതുകൊണ്ട് അവർ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. രാഹുവാണ് ഇപ്പോഴത്തെ ആത്മകാരകൻ. രാഹുവിനെ നിയന്ത്രിക്കുന്നത് ഗുരുവാണ്. ഗുരു ശുഭനാണെങ്കിലും അശുഭദൃഷ്ടിയിൽ, പാപദൃഷ്ടിയിലായതുകൊണ്ട് അത്രയും ശുഭഫലങ്ങൾ തരികയില്ല. വളരെ അപൂർവമായ ഒരു സംഭവമാണ് ഇത്രയധികം ഗ്രഹങ്ങൾ ഒന്നിച്ച് രാശി മാറുന്നത്. ഗുരുവും രാഹുവും വായു രാശിയിലോട്ട് കടക്കുന്നതുകൊണ്ട് ആയിരിക്കാം ഈ മിസൈൽ ആക്രമണങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്നത്. കുജൻ നീചത്തിലാണ്, അത് കർക്കിടകത്തിൽ 4-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ടും കൂടിയായിരിക്കും ഇത്രയധികം ഇങ്ങനെ ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇനി അങ്ങോട്ടുള്ള പ്രഡിക്ഷനൊക്കെ നമുക്കത് കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും. എന്നാൽ ലോകം കാളസർപ്പയോഗത്തിലോട്ട് കടന്നില്ലയോ. അപ്പോൾ ആ കാളസർപ്പയോഗമല്ല, കാള അമൃതയോഗമാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. പണ്ട് ജാതകം നോക്കിയിരുന്ന കാലത്ത് കാളസർപ്പയോഗമുള്ള ജാതകങ്ങൾ നമ്മൾ അങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്യാറ്. കാരണം ചെറിയ ചെറിയ പരിഹാരങ്ങൾ കൊടുക്കും. കാരണം നമ്മളുടെ വിശകലനം മിക്കവാറും ഓപ്പോസിറ്റ് റിസൾട്ടായിരിക്കും കിട്ടുക. എങ്കിലും നമുക്കൊന്ന് നോക്കാം, ഇങ്ങനെ ഈ കാളസർപ്പദോഷം അല്ലാതെയാണെങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന്. ഇത് കാള അമൃത യോഗമാണ് ഇപ്പോൾ ലോകത്ത്. അതത്ര കുഴപ്പമുള്ള യോഗമല്ല. പക്ഷേ ഈ ഗ്രഹങ്ങൾ ഇങ്ങനെ രാശി മാറുമ്പോൾ വലിയ അസന്തുലിതാവസ്ഥ ഉണ്ടാകും ലോകത്ത്. അതും ഇങ്ങനെ നിരനിരയായിട്ട് അടുത്തടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മളപ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കണം. നല്ല നിരീക്ഷണവും നല്ല ശ്രദ്ധയും അത്യാവശ്യമാണെന്ന് പറഞ്ഞല്ലോ, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം കാരണം എന്തൊക്കെയായിരിക്കും ഫലങ്ങൾ ഓരോ രാശിക്കും എന്നറിയാൻ നമ്മൾ വ്യാഴത്തിൻ്റെ ചാരഫലത്തിനെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് കുറേ നാളുകൾക്ക് മുമ്പ്. അത് ജ്യോതിഷപാഠം പ്ലേലിസ്റ്റിൽ ചെന്ന് നോക്കിയാൽ കാണാൻ പറ്റും. വിശദമായിട്ട് തന്നെയുണ്ട്, അതൊന്ന് നോക്കിയാൽ മതി. പറ്റാത്തവർക്ക് വേണ്ടി വ്യാഴമാറ്റ ഫലങ്ങളെക്കുറിച്ച് വീഡിയോ ഇടുന്നതായിരിക്കും. ഇപ്പോൾ രാഹുവും കേതുവും രാശി മാറുന്നതിനെ കുറിച്ച് ഇട്ടിട്ട് വേണം നമ്മൾ അത് ഇടാൻ. അതുപോലെ തന്നെ സൂര്യൻ രാശി മാറുന്നുണ്ട്. കുജൻ്റെ ചാരഫലങ്ങളെക്കുറിച്ച് ഇട്ടിട്ടില്ല. അതുകൊണ്ട് ആ വ്യാഴത്തിൻ്റെ ചാരഫലത്തിനെ കുറിച്ചുള്ള വീഡിയോകളൊന്ന് നോക്കിക്കോണേ. സൂര്യൻ എപ്പോൾ രാശി മാറിയാലും ഭരണാധികാരികളൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണെങ്കിൽ ഗുരു രാശി മാറുമ്പോൾ ഗുരുവുമായി ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണം. രാഹുകേതുക്കൾ 1.5 വർഷം കഴിഞ്ഞിട്ട് രാശി മാറുകയല്ലേ, അപ്പോൾ അത് വളരെ പ്രധാനമാണ്. അത് ഈ ആഴ്ച വളരെയധികം പ്രധാനമാണ്. ശനി ദൃഷ്ടിയിലുള്ള ഗുരുവാണ് രാഹുകേതുക്കളെ നിയന്ത്രിക്കുന്നത്. ആത്മകാരകനാണ് രാഹു എങ്കിലും ശനി ദൃഷ്ടിയിലുള്ള ഗുരു നിയന്ത്രിക്കുന്നത് കൊണ്ട് തന്നെ കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങളുടെ ദിവസങ്ങൾ തന്നെയാണ്. യുദ്ധം എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുക തന്നെയല്ലേ. പിന്നെ നമ്മൾ നോക്കേണ്ടത് പ്രകൃതി ദുരന്തങ്ങളാണ്. നല്ല ഭൂകമ്പങ്ങളും അതുപോലെയൊക്കെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ വലിയ രീതിയിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വൻ ഭൂചലനങ്ങളൊക്കെ നടന്ന സ്ഥലങ്ങളിലുള്ളവർ ഒന്ന് സൂക്ഷിക്കുക തന്നെ വേണം. ദുർബുദ്ധികൾ ബുദ്ധിയില്ലാതെ ഇങ്ങനെ നീചമായ ചിന്തകൾ കൊണ്ട് കാണിക്കുന്ന ക്രൂരത കൊണ്ടല്ലേ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് ഇനിയും അതുപോലെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
തടയാൻ ലളിതാ സഹസ്രനാമ പാരായണം എന്നുണ്ട്. അപ്പോൾ ഒരു ആൾ ചെല്ലുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ചൊല്ലുന്നത് കണക്ക് 100 പേര് കൂടിയിരുന്ന് ചെല്ലുമ്പോൾ 100 പ്രാവശ്യം ചൊല്ലുന്ന ഒരു ഇഫക്റ്റ് ആയിരിക്കും കിട്ടുക. അങ്ങനെ ലളിതാ സഹസ്രനാമ പാരായണം സംഘടിപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ അർച്ചനകളും വഴിപാടുകളും ഒക്കെ ഒരുപാട് ദോഷഫലങ്ങൾ കുറയ്ക്കുക തന്നെ ചെയ്യും. കുജൻ നീചത്തിലായതുകൊണ്ട് തന്നെ രക്തച്ചൊരിച്ചിലുകൾ, പിന്നെ സർജറികൾ പോലെയുള്ള കാര്യങ്ങൾ, പിന്നെ തീപിടുത്തങ്ങൾ, ഇങ്ങനെ മനുഷ്യന് ക്രൂരത, ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി പറഞ്ഞിരുന്നതാണ്. ആശുപത്രി, പട്ടാളം, അതായത് പ്രതിരോധ മേഖല, ഇവയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെല്ലാം തന്നെ സൂക്ഷിക്കണം. വളരെയധികം കെയർഫുള്ളായിട്ട് വേണം ഇവർ ഓരോ കാര്യങ്ങളും ചെയ്യാൻ. അല്ലെങ്കിൽ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറയുന്ന പോലെ ആയിപ്പോവും. യുദ്ധം തുടങ്ങിയതും തൊട്ട് ഒരുപാട് പേര് പ്രഡിക്ഷൻസ് ഒക്കെ ഇടുന്നുണ്ട്. എൻ്റെ നോട്ടത്തിൽ ഭാരതത്തിന് പേടിക്കേണ്ടതായിട്ടുള്ള യാതൊരുവിധ ഗ്രഹസ്ഥിതികളും കാണുന്നില്ല. ജയം നമുക്ക് തന്നെയായിരിക്കുമെന്ന് യാതൊരു സംശയവുമില്ല. അത്തരം കേമുദ്രമ യോഗത്തിലോട്ട് കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യ മനസ്സുകൾ വളരെ അശാന്തി നിറഞ്ഞതായിരിക്കും. അത് ശാന്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടുന്നത്. പ്രത്യേകിച്ചും വായുവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം തന്നെ സൂക്ഷിക്കണം. യുദ്ധക്കെടുതികൾ വലുതല്ലേ, യുദ്ധത്തിൽ നിന്നും രാജ്യങ്ങൾ പിന്മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓം നമഃ ശിവായ.